ജമാഅത്തെ ഇസ്ലാമിലൂടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരിഫ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം RSSുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്തിനാണ് RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാം ചർച്ച ചെയ്യുന്നത്? ആരിഫ് അലി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ കേരള അമീർ കൂടിയാണ്. എന്ത് ചർച്ചയാണ് ഇവർ നടത്തിയത് എന്ന് അന്നും ഇന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും വർഗീയത പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ്. അവർ ശത്രുതാപരമായിട്ട് കാര്യങ്ങൾ നടിക്കുമെങ്കിലും രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വർഗീയ വിഭാഗങ്ങളാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ്. ഈ കാര്യം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമും ചേർന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തിയത്. ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നതിന് പകരം വർഗീയതയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമും ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തീവ്രവാദപരമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന SDPIയുടെ നിലപാടാണ് ഇപ്പോഴും ചേർന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് വളരാനുള്ള മണ്ണൊരുക്കുകയാണ് ഇതുവഴി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കകത്ത് രൂപപ്പെടേണ്ടുന്ന ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെയും പ്രതിരോധത്തെയും അത് തകർക്കുന്ന സമീപനത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റവർ ഇസ്ലാം രാഷ്ട്രം വേണം എന്ന് പറയുന്നവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് വളരാനുള്ള പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നായി ചേർന്ന് പാർട്ടിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഖാവ് KT ജലീൽ MLA സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം 2-ാം തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിലയിലേക്ക് എത്തി. എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീലിന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണം തന്നെ പിൻവാങ്ങി. ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം. അപ്പോൾ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല. ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത്. അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറേ കാലമായിട്ട് തുടരുന്നത്.